പൗലോസ്ലീഹ തൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രേഷിത യാത്രകളിൽ എത്ര വർഷത്തോളം എഫേസോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുണ്ട്? എ 3 വർഷം, ബി 2 വർഷം, സി 4 വർഷം. ഉത്തരം 3 വർഷം. എഫേസോസുകാർക്കുള്ള ലേഖനം എവിടെ വെച്ച് എഴുതപ്പെട്ടത് ആണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്? എ അന്ത്യോക്യയിൽ വെച്ച്, ബി റോമായിൽ വെച്ച്, സി എഫേസോസിൽ വെച്ച്. ഉത്തരം റോമായിൽ വെച്ച്. എഫേസോസുകാർക്കുള്ള ലേഖനം എഴുതപ്പെട്ട കാലഘട്ടം ഏത്? എ AD 58-നും 61-നും ഇടയ്ക്ക്, ബി AD 57-നും 59-നും ഇടയ്ക്ക്, സി AD 58-നും 60-നും ഇടയ്ക്ക്. ഉത്തരം AD 58-നും 60-നും ഇടയ്ക്ക്. ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്തെ പ്രതിപാദ്യ വിഷയം എന്താണ്? എ ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുവാൻ വിജാതിയർക്ക് ലഭിച്ച വിളിയുടെ രഹസ്യം, ക്രിസ്തുവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ആഹ്വാനം, സി ക്രിസ്തുവിശ്വാസത്തിൽ വളരുവാനുള്ള മുന്നറിയിപ്പ്. ഉത്തരം ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുവാൻ വിജാതിയർക്ക് ലഭിച്ച വിളിയുടെ രഹസ്യം. യഹൂദരെയും വിജാതിയരെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ശത്രുതയുടെ മതിൽ ക്രിസ്തു തകർത്തത് എങ്ങനെയാണ്? എ തൻ്റെ മരണം മൂലം, ബി തൻ്റെ ജനനം മൂലം, സി തൻ്റെ ഉത്ഥാനം മൂലം. ഉത്തരം തൻ്റെ മരണം മൂലം. ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്ന പ്രതിപാദ്യം എന്താണ്? എ ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ച് ജീവിക്കുവാനുള്ള ഉദ്ബോധനം, ബി ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ച് പിശാചിനും അന്ധകാര ശക്തികൾക്കും എതിരെ യുദ്ധം ചെയ്യാനുള്ള ഉദ്ബോധനം, സി സാത്താനെ ഉപേക്ഷിക്കാനുള്ള ഉദ്ബോധനം. ഉത്തരം ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ച് പിശാചിനും അന്ധകാര ശക്തികൾക്കും എതിരെ യുദ്ധം ചെയ്യുവാനുള്ള ഉദ്ബോധനം. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ്? എ യേശു ക്രിസ്തുവിന് സാക്ഷികളായി ജീവിക്കുവാൻ വേണ്ടി, ബി തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കുവാൻ വേണ്ടി, സി യേശു ക്രിസ്തുവിന് വേണ്ടി സ്വന്തം ജീവിതം നൽകുന്നതിനു വേണ്ടി. ഉത്തരം തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കുവാൻ വേണ്ടി. നാം ദൈവത്തിൻ്റെ പുത്രരായി ദത്തെടുക്കപ്പെട്ടത് ആരു വഴിയാണ്? എ സഭ വഴി, ബി വിശ്വാസം വഴി, സി യേശുക്രിസ്തു വഴി. ഉത്തരം യേശുക്രിസ്തു വഴി. നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നത് എപ്രകാരമാണ്? എ അവിടുത്തെ രക്ഷാകര പദ്ധതിക്കൊത്ത്, ബി അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത്, സി യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി. ഉത്തരം അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത്. ദൈവത്തിൻ്റെ കൃപ നമ്മിൽ സമൃദ്ധമായി ചൊരിയപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? എ ജ്ഞാനത്തിലും ബുദ്ധിയിലും, ബി ജ്ഞാനത്തിലും വിവേകത്തിലും, സി ബുദ്ധിയിലും അറിവിലും. ഉത്തരം ജ്ഞാനത്തിലും വിവേകത്തിലും. രക്ഷയുടെ സദ്വാർത്ത എന്താണ്? എ സത്യത്തിൻ്റെ വചനം, ബി സത്യത്തിൻ്റെ മാർഗം, സി സത്യത്തിൻ്റെ വഴി. ഉത്തരം സത്യത്തിൻ്റെ വചനം. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത എല്ലാവരും അവനിൽ മുദ്രിതരായിരിക്കുന്നത് ആരു വഴിയാണ്? എ അംഗമായിരിക്കുന്ന തിരുസഭയാൽ, ബി വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ, സി സത്യവിശ്വാസത്താൽ. ഉത്തരം വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കുവാൻ അവിടുന്ന് പ്രകാശിപ്പിക്കുന്നത് എന്താണ്? എ
ആന്തരിക നേത്രങ്ങളെ, ബി ആന്തരിക വിശ്വാസത്തെ, സി ആന്തരിക ജ്ഞാനത്തെ. ഉത്തരം ആന്തരിക നേത്രങ്ങളെ. സഭ ആരുടെ ശരീരമാണ്? എ ക്രിസ്തുവിൻ്റെ, ബി വിശ്വാസികളുടെ, സി വിശുദ്ധരുടെ. ഉത്തരം ക്രിസ്തുവിൻ്റെ. ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. എങ്ങനെ? എ അപരാധങ്ങളും പാപങ്ങളും മൂലം, ബി അവിശ്വാസം മൂലം, സി അവിശ്വസ്തത മൂലം. ഉത്തരം അപരാധങ്ങളും പാപങ്ങളും മൂലം. നമ്മൾ മരിച്ചവരായി തീർന്നത് എങ്ങനെ? എ അവിശ്വാസം വഴി, ബി പാപം വഴി, സി അവിശ്വസ്തത വഴി. ഉത്തരം പാപം വഴി. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ സമീപസ്ഥരായി തീർന്നത് എങ്ങനെയാണ്? എ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം വഴി, ബി യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി, സി യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി. ഉത്തരം യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം ക്രിസ്തു ഇല്ലാതാക്കിയത് എങ്ങനെയാണ്? എ തൻ്റെ ശരീരത്തിലൂടെ, ബി തൻ്റെ മരണത്തിലൂടെ, സി തൻ്റെ പീഡാനുഭവത്തിലൂടെ. ഉത്തരം തൻ്റെ ശരീരത്തിലൂടെ. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും ക്രിസ്തു പ്രസംഗിച്ചത് എന്താണ്? എ സ്നേഹം, ബി ക്ഷമ, സി സമാധാനം. ഉത്തരം സമാധാനം. ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരിൽ? എ ദൈവത്തിൽ, ബി പരിശുദ്ധാത്മാവിൽ, സി ക്രിസ്തുവിൽ. ഉത്തരം പരിശുദ്ധാത്മാവിൽ. വിജാതിയർക്കു വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നത് ആര്? എ തീത്തോസ്, ബി പൗലോസ്, സി അപ്പസ്തോലന്മാർ. ഉത്തരം പൗലോസ്. പൗലോസ് ശ്ലീഹായ്ക്ക് രഹസ്യങ്ങളെക്കുറിച്ച് അറിവായത് എങ്ങനെയാണ്? എ ധ്യാനം വഴി, ബി പഠനം വഴി, സി വെളിപാട് വഴി. ഉത്തരം വെളിപാട് വഴി. പൗലോസ് ശ്ലീഹ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷനായി തീർന്നത് എങ്ങനെ? എ ദൈവത്തിൻ്റെ കൃപാവരത്താൽ, ബി ദൈവത്തിൻ്റെ അഭിഷേകത്താൽ, സി ദൈവത്തിൻ്റെ കൃപയാൽ. ഉത്തരം ദൈവത്തിൻ്റെ കൃപാവരത്താൽ. കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്ന വ്യക്തി ആര്? എ പൗലോസ് ശ്ലീഹ, ബി അപ്പസ്തോലന്മാർ, സി പത്രോസ് ശ്ലീഹ. ഉത്തരം പൗലോസ് ശ്ലീഹ. ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കേണ്ടത് എങ്ങനെയാണ്? എ സമാധാനത്തിൻ്റെ ഐക്യത്തിൽ, ബി സമാധാനത്തിൻ്റെ ബന്ധത്തിൽ, സി സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ. ഉത്തരം സമാധാനത്തിൻ്റെ ബന്ധത്തിൽ. ക്രിസ്തുവിൻ്റെ ദാനത്തിന് അനുസൃതമായി നൽകപ്പെട്ടിരിക്കുന്നത് എന്താണ്? എ കൃപ, ബി സമാധാനം, സി സ്നേഹം. ഉത്തരം കൃപ. ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ കൂടെ കൊണ്ടുപോയത് ആരെയാണ്? എ വിശുദ്ധരെ, ബി അസംഖ്യം തടവുകാരെ, സി മാലാഖമാരെ. ഉത്തരം അസംഖ്യം തടവുകാരെ. വ്യർത്ഥചിന്തയിൽ ജീവിക്കുന്നത് ആരാണ്? എ വിജാതിയർ, ബി യഹൂദർ, സി എഫേസോസ്കാർ. ഉത്തരം വിജാതിയർ. ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. ആര്? എ യഹൂദർ, ബി വിജാതിയർ, സി അപ്പസ്തോലന്മാർ. ഉത്തരം വിജാതിയർ. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കേണ്ടത് എങ്ങനെയാണ്? എ വിശുദ്ധിയിലും സ്നേഹത്തിലും, ബി വിശുദ്ധിയിലും നീതിയിലും, സി വിശുദ്ധിയിലും ഐക്യത്തിലും. ഉത്തരം വിശുദ്ധിയിലും നീതിയിലും. വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സംസാരിക്കേണ്ടത് എന്താണ്? എ സത്യം, ബി സമാധാനം, സി സ്നേഹം. ഉത്തരം സത്യം. കോപിക്കാം, എന്നാൽ എന്ത് ചെയ്യരുത് എന്നാണ് പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്? എ ദുർവൃത്തി, ബി അവിശ്വാസം, സി പാപം. ഉത്തരം പാപം. നിങ്ങളുടെ കോപം എത്ര സമയം വരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? എ സൂര്യൻ അസ്തമിക്കുന്നതുവരെ, ബി സൂര്യൻ ഉദിക്കുന്നതുവരെ, സി കോപം ശമിക്കുന്നതുവരെ. ഉത്തരം സൂര്യൻ അസ്തമിക്കുന്നതുവരെ.
ആർക്ക് നിങ്ങൾ അവസരം കൊടുക്കരുത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ. അസത്യത്തിന്. ബി. സാത്താന്. സി. ദുർവൃത്തിക്ക്. ഉത്തരം സാത്താന്. അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുവാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. ആര്? എ. മോഷ്ടാവ്. ബി. ദരിദ്രൻ. സി. സമ്പന്നൻ. ഉത്തരം മോഷ്ടാവ്. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയത് ആരാണ്? എ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ബി. അപ്പസ്തോലന്മാർ. സി. പൗലോസ്ലീഹ. ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ദൈവം ആര് വഴിയാണ് നമ്മളോട് ക്ഷമിച്ചത്? എ. അപ്പസ്തോലന്മാർ വഴി. ബി. ക്രിസ്തു വഴി. സി. യഹൂദർ വഴി. ഉത്തരം ക്രിസ്തു വഴി. നിങ്ങൾ ആരെ അനുകരിക്കണം എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ. അപ്പസ്തോലന്മാരെ. ബി. ദൈവത്തെ. സി. മാലാഖമാരെ. ഉത്തരം ദൈവത്തെ. ആരാണ് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചത്? എ. ക്രിസ്തു. ബി. പൗലോസ്ലീഹ. സി. അപ്പസ്തോലന്മാർ. ഉത്തരം ക്രിസ്തു. നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ്ലീഹ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? എ. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും. ബി. അശുദ്ധിയും മ്ലേച്ഛതയും ചാബല്യവും. സി. അശുദ്ധിയും അവിശ്വാസവും ചാബല്യവും. ഉത്തരം മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും. പ്രകാശത്തിൻ്റെ ഫലം പ്രത്യക്ഷപ്പെടുന്നത് എവിടെയാണ്? എ. സകല നീതിയിലും ഐക്യത്തിലും സ്നേഹത്തിലും. ബി. സകല നന്മയിലും സ്നേഹത്തിലും ഐക്യത്തിലും. സി. സകല നന്മയിലും നീതിയിലും സത്യത്തിലും. ഉത്തരം സകല നന്മയിലും നീതിയിലും സത്യത്തിലും. പരസ്പരം സംഭാഷണം ചെയ്യേണ്ടത് എപ്രകാരം എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും. ബി. പ്രാർത്ഥനയാലും ആത്മീയ ഗീതങ്ങളാലും ഗാനങ്ങളാലും. സി. സ്തുതിപ്പിനാലും ആത്മീയ ഗീതങ്ങളുടെ ഗാനങ്ങളാലും. ഉത്തരം സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആർക്കാണ് കൃതജ്ഞത അർപ്പിക്കേണ്ടത്? എ. പുത്രനായ ദൈവത്തിന്. ബി. പിതാവായ ദൈവത്തിന്. സി. പരിശുദ്ധാത്മാവായ ദൈവത്തിന്. ഉത്തരം പിതാവായ ദൈവത്തിന്. പരസ്പരം വിധേയരായിരിക്കേണ്ടത് ആരോടുള്ള ബഹുമാനത്തെ പ്രതിയാണ്? എ. പരസ്പരമുള്ള ബഹുമാനത്തെ പ്രതി. ബി. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി. സി. അയൽക്കാരോടുള്ള ബഹുമാനത്തെ പ്രതി. ഉത്തരം ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി. സഭയുടെ ശിരസ്സ് ആരാണ്? എ. ക്രിസ്തു. ബി. അപ്പസ്തോലന്മാർ. സി. വിശ്വാസികൾ. ഉത്തരം ക്രിസ്തു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ ആരെയാണ് സ്നേഹിക്കുന്നത്? എ. ക്രിസ്തുവിനെ. ബി. തന്നെ. സി. സഭയെ. ഉത്തരം തന്നെ. നമ്മൾ ആരുടെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്? എ. സഭയുടെ. ബി. ദൈവത്തിൻ്റെ. സി. ക്രിസ്തുവിൻ്റെ. ഉത്തരം ക്രിസ്തുവിൻ്റെ. കർത്താവിൽ നിങ്ങൾ ആരെ അനുസരിക്കണമെന്നാണ് പൗലോസ്ലീഹ കുട്ടികളെ ഓർമ്മിപ്പിക്കുന്നത്? എ. ക്രിസ്തുവിനെ. ബി. മാതാപിതാക്കന്മാരെ. സി. ദൈവത്തെ. ഉത്തരം മാതാപിതാക്കന്മാരെ. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഏതാണ്? എ. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമി ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ബി. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുക. സി. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക. ഉത്തരം നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമി ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. കുട്ടികളെ വളർത്തേണ്ടത് എപ്രകാരം എന്നാണ് പൗലോസ്ലീഹ പിതാക്കന്മാരോട് പറയുന്നത്? എ. കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും. ബി. കർത്താവിൻ്റെ സ്നേഹത്തിലും ഉപദേശത്തിലും. സി. കർത്താവിലുള്ള വിശ്വാസത്തിലും ഉപദേശത്തിലും. ഉത്തരം കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും. ആരുടെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കേണ്ടത്? എ. അന്ധകാര ശക്തിയുടെ. ബി. സാത്താൻ്റെ. സി. ലോകത്തിൻ്റെ. ഉത്തരം സാത്താൻ്റെ. അവിശ്രാന്തം ഉണർന്നിരുന്ന ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാനാണ് പൗലോസ്ലീഹ പറയുന്നത്? എ. വിശുദ്ധർക്കു വേണ്ടി. ബി. സഭയ്ക്കു വേണ്ടി. സി. അപ്പസ്തോലന്മാർക്കു വേണ്ടി. ഉത്തരം വിശുദ്ധർക്കു വേണ്ടി. സുവിശേഷ രഹസ്യത്തിന് വേണ്ടി ബന്ധനസ്ഥനായ സ്ഥാനപതി ആര്? എ. പൗലോസ്ലീഹ. ബി. തീത്തോസ്. സി. പത്രോസ്ലീഹ. ഉത്തരം പൗലോസ്ലീഹ. കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകൻ ആരെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ. തിക്കിക്കോസ്. ബി. അപ്പോളോ.
സി പത്രോസ്ലീഹ. ഉത്തരം തിക്കിക്കോസ്.